ഉള്ളത് വിജയവാഡിയിലെ ഉണ്ടാവലി കേവ്സിലാണ്. 6-ാമത്തെയോ 7-ാമത്തെ സെഞ്ചുറിയിൽ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന 4 നിലകളിലുള്ള ഉണ്ടാവലി കേവ്സിലാണ്. ഇവിടെ കൊത്തുപണികളാൽ വിശേഷപ്പെട്ടൊരു കേവാണ്, റോക്ക് ടെമ്പിളാണ്. നമുക്ക് കാണാം അതിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കൊത്തുപണികളും എല്ലാം ഇതൊരു നമ്മുടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ മെയിൻ്റനൻസ് ചെയ്യുന്നൊരു, നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്യുന്നൊരു പുരാവസ്തു സ്ഥലമാണ്. നമുക്ക് കാണാം ഉണ്ടാവലി. പുരാതന കാലത്തെ ഭാരതത്തിലെ ഗുഹാക്ഷേത്രത്തിൻ്റെ നല്ലൊരു മാതൃകയാണ് ഉണ്ടാവലി കേവ്സ്. ദൂരത്ത് നിന്ന് കാണുമ്പോൾ നശിപ്പിക്കപ്പെട്ട കോട്ടയായി തോന്നുമെങ്കിലും അടുത്തു വരുമ്പോൾ മനോഹരമായ ഗുഹാമന്ദിരമായി കാണാം. ഒരു വലിയ മലയുടെ താഴ്വാരത്തെ പാറ തുറന്നാണ് ഗുഹാക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. കല്ലിൽ കൊത്തിയ മനോഹര ശില്പങ്ങളുടെ ചാരുതയാലും വാസ്തുവിദ്യയുടെയും ഉത്തമ മാതൃക. AD 420 മുതൽ 620 വരെയുള്ള കാലഘട്ടം വിഷ്ണുകുന്ദിന രാജവംശത്തിൻ്റെ ഭരണകാലമായിരുന്നു. ബുദ്ധമത വിശ്വാസികളായിരുന്ന അവർ ആദ്യം നിർമ്മിച്ചത് ബുദ്ധമതക്ഷേത്രമായിട്ടാണ്. ബുദ്ധസന്യാസികൾ ഇവിടെ വസിച്ചതായി വിശ്വസിക്കുന്നു. പിന്നീട് ഭരിച്ച രാജാക്കന്മാർ ഹിന്ദുമത വിശ്വാസികളായതിനാൽ ഹിന്ദു ഗുഹാക്ഷേത്രമായി മാറി എന്നും പറയപ്പെടുന്നു. ചില രേഖകളിൽ ഇത് ജൈൻ ഗുഹയായിരുന്നെന്നും മനസ്സിലാകുന്നു. പല കാലഘട്ടങ്ങളിൽ 3 മതവിശ്വാസത്തിൻ്റെ ആത്മീയ കേന്ദ്രമായി ഉണ്ടാവലി കേവ്സ് നിലനിന്നതായിട്ടാണ് ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഗുഹയുടെ തുടക്കത്തിൽ ഗുപ്ത വാസ്തുവിദ്യയുടെ ഉദാഹരണമായി പറയപ്പെടുന്നെങ്കിലും 2ാം നില ചാലുക്യ വാസ്തുവിദ്യയുടെ സ്വാധീനം കാണാം. പുരാണ കഥകളെ ആസ്പദമാക്കി 7-ാമതോ 8-ാമത്തെയോ നൂറ്റാണ്ടിൽ പണിതതാവാം. ആനയും സിംഹവും ദേവീദേവന്മാരുടെ ശില്പങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. രസകരമായ മറ്റൊരു കാര്യം, 9 കിലോമീറ്റർ നീളത്തിൽ ഒരു തുരങ്കം ഇവിടെ നിന്നും ആരംഭിച്ച് മംഗളഗിരി മലനിരയിലേക്ക് എത്തുവാൻ വേണ്ടി ഉണ്ടെന്നാണ് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അത് സത്യവുമാകാം. രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടി നിർമ്മിച്ചതാവാൻ സാധ്യതയുണ്ട്. അതിലേക്കുള്ള വഴി അപകടം പിടിച്ചതിനാൽ അത് ഒഴിവാക്കുവാൻ വേണ്ടി അധികാരികൾ അടച്ചുവെച്ചതായ എന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അമരാവതി പണ്ടുകാലത്ത് ലോക വ്യാപാരികളെ ആകർഷിക്കുന്ന വിപണന കേന്ദ്രമായിരുന്നു. ഗുഹയുടെ മുൻവശത്തായി കല്ലിൽ കൊത്തിവെച്ച മുഖങ്ങൾ കാണാം. അത് ഒരുപക്ഷെ ഈ ഗുഹ നിർമ്മാണത്തിനായി സംഭാവന നൽകിയ വ്യാപാരികളുടേതാവാം എന്നാണ് നിഗമനം. വെസ്റ്റേൺ ഘാട്ടിൽ മുംബൈക്ക് സമീപത്തുള്ള സ്ഥലങ്ങളായ കാർലെ, ഭായ്ജ, കൻഹരി എന്നിവിടങ്ങളിലെ ബുദ്ധിസ്റ്റ് കേവ് കോംപ്ലക്സുകളിലും സംഭാവന നൽകിയ വ്യക്തികളുമായി സാമ്യമുള്ളതായി അറിയുന്നു. ബുദ്ധിസത്തിൻ്റെ പ്രഭാവം കുറഞ്ഞതോടെ ജൈൻ സന്യാസിമാർ ഇവിടെ വസിച്ചിരുന്നതായി പറയപ്പെടുന്നു. 1-ാം നിലയിലെ കൊത്തുപണികൾ ഒറീസയിലെ ഉദയഗിരിയും കാന്തഗിരിയിലെയും ജൈന ഗുഹയുമായി സാമ്യതയുള്ളതായി